ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രെക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫാം ഉണ്ടാക്കുകയാണ്, ഒരു ഫുഡ് ഫാം. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നമ്മുടെ ഇന്ന് ചെയ്യുന്നില്ല. ഇന്ന് അതിനുവേണ്ടി റിസോഴ്സസും കളക്ട് ചെയ്ത് നമ്മൾ ആ ഫാമും കൂടെ ഉണ്ടാക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ട്, നമുക്ക് വേഗം കയറി കിടക്കാം. ഈ വില്ലേജറിനൊക്കെ എണീപ്പിച്ച് വിടാം ഗൈസ്. അതാ അടുത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ഇവിടെ ഇപ്പം നിൽക്കാൻ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എല്ലായിടത്തും സോംബിയാണ് ഗൈസ്. സ്കെൽട്ടൺ ഉണ്ട് എൻ്റെ ബേക്കിൽ. മൈൻഡാക്കണ്ട ഗൈസ്, നമുക്ക് ഒറ്റ പോക്കം പോവാം. ഞാൻ ഫസ്റ്റ് കിടന്ന് ഇവിടെയാണ്, നമുക്ക് ഇവിടെ തന്നെ കിടന്ന് നോക്കാം. മാറിക്കളാം, മറ നമുക്കിനി ആ ഹാബയിലെല്ലാം കൂടെ എടുത്തൊരു കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഫുഡ് കുറവാണ്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു ഷവൽ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിരിക്കാം. എന്നിട്ട് ഒരു ഷവൽ, 2 സ്റ്റിക്ക്, പിന്നെ കുറച്ച് വുഡ് കൂടെ വേണ്ടി വരും. അതുകൂടെ ആയിട്ടുണ്ട്. അപ്പം ഷവൽ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ അവിടത്തെയും കൂടെ എടുത്തേക്കാം ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് സീഡിൻ്റെ ആവശ്യമുണ്ട്. ഈ ഫുഡ് ഫാമിന് അവരെ ബ്രീഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ വീറ്റും കൂടെ എടുത്ത് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇപ്പോൾ 2 ആയിട്ടുണ്ട് ഗൈസ്. എല്ലാം വേണ്ട ഗൈസ്, നമുക്ക് ഈ സ്മോക്കറും കൂടെ അങ്ങ് തട്ടിയേക്കാം. വില്ലേജറിന് ഇതൊക്കെ എന്തിനാണ്, നമുക്ക് ഇരിക്കാം. അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുക്കാം ഗൈസ്. ഓക്കെ, എത്ര 17 സീഡേ ഉള്ളൂ ഗൈസ്. എന്താ അപ്പോൾ ഗൈസ്, നമ്മളവിടെ അങ്ങനെ വീറ്റ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങളാക്കാം. പക്ഷേ അവിടെ കുറച്ചുകൂടെ ഹാബിലുണ്ട്, അതുകൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് മേലെ പോവാം. മേലെ ആയിരിക്കും ഗൈസ് നല്ലത്. ഇവിടെ അത്യാവശ്യം കിടിലൻ സ്ഥലം. നമ്മളെന്തായാലും വന്ന വില്ലേജ് സീനാണ് ഗൈസ്. നല്ല സ്ഥലവും ഉണ്ട്, നല്ലൊരു കാണാൻ തന്നെ ഒരു ഭംഗി. ഇനി നമുക്ക് ആ ഹാബയിൽ ഞാൻ എവിടെ ഇരുന്നൊന്ന് മറന്നുപോയി, ഞാൻ നോക്കാം. ഈ ഇവിടെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ തന്നെ. അപ്പോൾ ഇതുകൂടെ നമുക്ക് എടുത്തേക്കാം. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ല് വെച്ച്. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. 58 ബ്രെഡ് കിട്ടും ഗൈസ് നമുക്ക്. 58 ബ്രെഡ് കൗഫാം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ കാണിക്കാം. എന്നിട്ട് അപ്പോൾ നമുക്കിതിനി നോക്കാം. ഇത് കുറേ ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്യാൻ വരുമ്പോൾ ഒറ്റയടിക്ക് ഒരു 30 എണ്ണമൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അത്രയും നല്ലത് ഗൈസ്. അപ്പോൾ 4 എണ്ണം കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ പിന്നെ കാണുമില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കിട്ടി ഗൈസ്. നമുക്ക് അയൺ ഇതും ആവശ്യം വരും. സോറി അയൺ. നമുക്ക് തിന്നാനുള്ള ഫുഡ് ഫാമിന് വേണ്ടി നമ്മളൊരു ഗോലത്തെ കൊന്നു ഗൈസ്. ഐ ആം റിഗ്രറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഡ്രോപ്പ് ഒരു 4 ബ്ലോക്കിൻ്റെ കൊടി എടുക്കുക. എന്നിട്ട് 2 ചെസ്റ്റും അതിനെ കണക്ട് ചെയ്ത് 2 ഹോപ്പറും വെക്കുക. 2 ചെസ്റ്റ് ഇവിടെ വെക്കുക ഗൈസ്.
എന്നിട്ട് അതിനെ കണക്ട് ചെയ്ത് 2 ഹോപ്പർ ഇവിടെ ഇങ്ങനെ വെക്കുക ഗൈസ്. അപ്പം നമ്മുടെ ആദ്യത്തെ പണി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 എന്നിട്ട് ഇതിൻ്റെ ചുറ്റും കൂടെ ഒന്ന് 2 ബ്ലോക്ക് വെക്കുക. അപ്പോൾ റെഡിയാവും ഗൈസ്. ഞാൻ ഒരു ബ്ലോക്ക് കൂടുതൽ വെച്ചു സ്ലാബ് എടുത്ത് ഇവിടെയും ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് വെക്കുമ്പോൾ ചെസ്റ്റ് ആവും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് ഗൈസ് നമ്മൾ ഇത് മൊത്തം കവർ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇത് മൊത്തം കവർ ചെയ്തിട്ട് ഇവിടെ മാത്രം ഒരു ബ്ലോക്ക് വിടുക. എന്നിട്ട് ഇവിടെ നമുക്കിത് വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ഡ്രോപ്പർ സെറ്റിൻ്റെ മേലെ ഇങ്ങനെ ബാക്കി നമുക്ക് വെച്ചാൽ ഇതിൻ്റെ നടുക്കൂടി 2 ബ്ലോക്ക് വെക്കണം. നടുക്കൂടി ഇങ്ങനെ 2 ബ്ലോക്ക് വെക്കണം. ഇവിടെ ഇങ്ങോട്ടേക്ക് 2 ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ റൗണ്ട് ഒരു വാള് പോലെ ആക്കുക ഗൈസ്. അപ്പോൾ അത് പുറത്ത് പോകാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ലെയർ സ്റ്റോണൂടെ വെക്കുക. ഒരു ലെയറൂടെ വെക്കുക. കവിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് അല്ലെങ്കിൽ അത് പുറത്ത് പോവും. അതുകൊണ്ട് നമ്മളൊരു ലെയറും കൂടെ വെക്കുക. ചെസ്റ്റിൻ്റെയൊക്കെ സൈഡ് ഏതാണെന്ന് നോക്കുക. ചെസ്റ്റൊക്കെ വരുന്ന സൈഡ് ഏതാണെന്ന് നമ്മളായി നോക്കുക. അത് ഏത് സൈഡാണെന്ന് പറഞ്ഞാലും ഈ സൈഡ് നോക്കി ഇവിടെ വെള്ളം ഒഴിക്കുക. ഇവിടെ ഒഴിക്കുക, ഇവിടെ ഒഴിക്കുക. ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്ലാസ് ഇട്ട് വെക്കുക. അപ്പം അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വേണേൽ നിങ്ങൾക്ക് ഈ സ്ലാബിന് പകരം ഒരു ഗ്ലാസ് തന്നെ വെക്കാം. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേലോട്ട് കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് നമ്മളെങ്ങനെയെങ്കിലും ആക്കണം. കാരണം നമുക്ക് മേളിൽ കയറിയിട്ടാണ് അതിനെ ബ്രീഡ് ചെയ്യാൻ. അപ്പം മേലോട്ട് കയറാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മളങ്ങനെ ആക്കണം. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രശ്നം വരാണ്ട് നമുക്ക് ഇവിടെയും അതിൻ്റെ കൂടെ ബ്ലോക്ക് വെച്ച് കൊടുക്കാം. ചെയ്തിട്ട് ഇനി ഇവിടെയും ഇങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവരെ വീട്ടിൽ കാണിച്ച് കൊണ്ടുവരിക. എല്ലാ പശുവിനെയും വീട്ടിൽ കാണിച്ച് കൊണ്ടുവരിക. ആക്കിയിട്ട് ഇവിടെയും ഒരു ബോക്സ് പോലെ ആക്കുക. ഇട്ടേക്ക് കളയാം, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു ചാടുന്നത് നിൽക്കും. അപ്പം ഇത് കഴിഞ്ഞ് ഒരു 50 പശുവെങ്കിലും വേണം നമുക്ക് പൊട്ടിക്കുക. ഗ്ലാസ് പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ 2 1 2 3 ഇവിടെയായിട്ട് നമ്മൾ പൊട്ടിക്കുക. ഇവിടെ അല്ല, 1 2 ഇവിടെയായിട്ടങ്ങനെ പൊട്ടിക്കുക. ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ അവിടെ ഒരു സൈഡ് എന്നിട്ട് ഇത് അടയ്ക്കുക. ഇത് അടച്ചിട്ട് നമ്മൾ ഇനി ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ 2 ബ്ലോക്ക് നമ്മളൊന്ന് പൊട്ടിച്ച് കളയണം. അത് കഴിഞ്ഞ് ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു സൈഡ് നോക്കുക. എന്നിട്ട് നമുക്ക് വേഗം നമുക്ക് കളയാം, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ചാടും ഗൈസ്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതിനെ ബ്രീഡ് ചെയ്ത്
ഇതൊക്കെ കുറച്ച് ഇതായിട്ടുള്ളത് കാണാം. പിന്നെ ഇത് വളർന്നു വേണ്ടി ഞാൻ കാണിക്കാം. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഏകദേശം ഇത്രയും കൗസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലാവിൽ നോക്കുക, ഓഫും ചെയ്യുക. അപ്പം നമ്മളിനി ജസ്റ്റ് ഇവിടുന്ന് 2 ബ്ലോക്ക് പൊട്ടിക്കുക. നമ്മൾ ഈ ചെസ്റ്റ് തരണം. കണ്ടോ, 23 സ്റ്റീക്കും 11 ലെതറും കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്.